നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നല്ല ആരോഗ്യമുള്ള മനോഹരമായ മുടി ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതിപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏത് പ്രായത്തിലുള്ളവർക്കും മുടിയിഴകളെ ഇഷ്ടമാണ്. മുടിക്കുണ്ടാകുന്ന ഏത് ആരോഗ്യ പ്രശ്നങ്ങളും നമ്മെ വല്ലാതെ ആശങ്കപ്പെടുത്താറുണ്ട്. അതിനിടയിൽ മുടി പൊഴിച്ചിൽ വല്ലാതെ ആയിക്കഴിഞ്ഞാൽ വലിയ ഗൗരവമേറിയ ഒരു പ്രശ്നമായി മാറുന്നു. മുടി പൊഴിച്ചിലിന് ഹോമിയോപ്പതിയിലൂടെയുള്ള ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ ബത്രാസ് പോസിറ്റീവ് ഹെൽത്ത് ക്ലിനിക്കിലെ ഡോക്ടർ ടെനി കൊച്ചി വൈദ്യൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ മുടി പൊഴിച്ചിൽ ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ നിറയെ ഇടതൂർന്ന മുടി, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും മുടി പൊഴിച്ചിൽ, ചെറിയ രീതിയിലുള്ള മുടി പൊഴിച്ചിൽ വലിയ പ്രശ്നമാകാറില്ല. എന്നാൽ ഇതൊരു പ്രശ്നമാകുന്ന അവസ്ഥ എത്തുന്നത് എപ്പോഴാണ്? ഇത് പറഞ്ഞ പോലെ ഈ നോർമലി ഒരു നോർമൽ പേഴ്സൺ അറൗണ്ട് 50 to 100 സ്ട്രാൻഡ്സ് ഡെയിലി കൊഴിയും. അതൊരു നോർമൽ പ്രോസസ്സാണ്. പക്ഷേ അത് അമിതമായി കൂടുകയും പിന്നെ അത് മാത്രമല്ല മുടി അതനുസരിച്ച് വളരാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് കഷണ്ടി ഉള്ള സ്റ്റേജിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചികിത്സിക്കേണ്ടതും. അപ്പോൾ മുടി കൊഴിച്ചിൽ അമിതമാണ്, അതിനനുസരിച്ച് അത് വളരുന്നില്ല, ഉള്ളു ക്രമാതീതമായി കുറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുകയും ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുകയും വേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ മുടി പൊഴിച്ചിലിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു സാധാരണ രീതിയിലുള്ളൊരു പൊഴിച്ചിലുണ്ടാകുന്നുണ്ട്. ഈ കൂടുതലായിട്ട് പൊഴിയുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഏതെല്ലാം പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് മുടി പൊഴിച്ചിലുണ്ടാകുന്നത്? മുടി സംബന്ധിച്ചുള്ള ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏകദേശം 40 തരം ഹെയർ ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് മെയിൽ പാറ്റേൺ ബോൾനെസ്, അല്ലെങ്കിൽ ആണുങ്ങളിൽ കാണുന്ന കഷണ്ടി, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ അഗെയിൻ സെക്കൻഡായിട്ട് കാണുന്നത് സ്ത്രീകളിൽ കാണുന്ന ഫീമെയിൽ പാറ്റേൺ ബോൾനെസ്, അല്ലെങ്കിൽ ഫീമെയിൽ ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെയർ ലോസ് ആണ്. പിന്നെ മെഡിക്കൽ ഡിസോർഡേഴ്സ്, അലോപേഷ്യ ഏരിയട്ട, അല്ലെങ്കിൽ പലതരം ഡിസോർഡേഴ്സ് അങ്ങനെ കാണാം. പിന്നെ ടീലോജൻ എഫ്ലൂയം എന്ന് പറയും, അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ. അപ്പോൾ ഡെയിലി തന്നെ കുറേ അധികം മുടി പോവുക, അപ്പോൾ അതിന് ടീലോജൻ എഫ്ലൂയം എന്ന് പറയും. അപ്പോൾ അങ്ങനെ പലതരം ഹെയർ ലോസുകളുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് കാണുന്നത് പുരുഷന്മാരിൽ കാണുന്ന മെയിൽ പാറ്റേൺ ബോൾനെസ് ആണ് ഏറ്റവും സാധാരണയായിട്ട് പേഷ്യൻസ് വരുന്നത്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. മാഡം, ഞാൻ കുവൈറ്റിൽ നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര് സന്ധ്യ. ഹലോ, പറഞ്ഞോളൂ. സാർ, എനിക്ക് എന്റെ മുടി ഇപ്പൊ ഭയങ്കര, ഇപ്പൊ 2 വർഷം ഞാൻ ഇവിടെ കുവൈറ്റിൽ വന്നിട്ട് എനിക്ക് മുട്ടിന് താഴത്തോളം മുടി ഉണ്ടായിരുന്നു, നല്ല തിക്കുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ക്ലിപ്പ് ഇടാനോ അങ്ങനെ ഒന്നും പറ്റുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം എന്റെ 3/4 ഭാഗത്തോളം മുടി പോയി. ഒരു ദിവസം ഒരു 100-150 മുടിയോളം പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ അത് എന്നും എടുത്ത് വാർമുടി പോലെ ആക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്റെ തലയിൽ മുടി അങ്ങനെ പോവുക. ഈ തരത്തിലുള്ള മുടി കൊഴിച്ചിൽ ബേസിക്കലി ടീലോജൻ എഫ്ലൂയം എന്ന് പറയും. അമിതമായിട്ടുള്ള ഹെയർ കൊഴിയുക, കുറേ അധികമായിട്ട് കൊഴിയുക. അതിന് പല കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉണ്ടാകും, വെള്ളത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാകും, അല്ലെങ്കിൽ സ്ട്രെസ് കാരണം തന്നെ മുടി അമിതമായിട്ടൊരു സ്റ്റേജിൽ കൊഴിയാം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രക്തസ്രാവം കൂടുതലാണെങ്കിൽ, ബ്ലഡ് ലോസ് ഏത് രീതിയിലെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയണിൻ്റെ കുറവുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് മുടി അമിതമായിട്ട് കൊഴിയാം. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിംറ്റംസ് ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ട്, അപ്പോൾ അത് ഒരു ട്രെയിൻ ട്രൈക്കോളജിസ്റ്റിനെ കാണിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ചികിത്സിക്കാൻ പറ്റും. ഡോക്ടർ ബത്രാസിൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടത് ചെയ്യാം. ഡോക്ടർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, അതായത് ദൂരയാത്രയൊക്കെ ചെയ്ത് രാജ്യങ്ങൾ തന്നെ മാറുമ്പോൾ കാലാവസ്ഥയിലുള്ള വ്യത്യാസം ഈ മുടി പൊഴിച്ചിലിന് കാരണമാകുന്നുണ്ടോ? അതായത് ഓരോ സീസൺ അനുസരിച്ച് മുടി കൊഴിച്ചിൽ കൂടാം. അത് നോർമലി വിൻറ്റേഴ്സ്, ഈ തണുപ്പ് സമയം വരുമ്പോഴും മുടി കൊഴിച്ചിൽ കൂടുന്നത് നോർമലാണ്. മഴക്കാലം വരുമ്പോഴും മുടി കൊഴിച്ചിൽ വരുന്നത് കൂടുതലായിട്ട് സാധാരണ കാണും. അത് പക്ഷേ അതൊരു ലിമിറ്റഡ് പീരീഡിലേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് കാരണം നമുക്ക് ഉള്ളു കുറയുമ്പോഴാണ് അതൊരു പ്രശ്നമായി മാറുകയും നമ്മളത് ചികിത്സിക്കുകയും വേണ്ടത്. അപ്പോൾ അത് പ്രൊപ്പോർഷനായിട്ട് മുടി വളരുന്നില്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോൾ സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ ഈ മുടി പൊഴിച്ചിൽ എന്ന പ്രശ്നം കൂടുതൽ ഗൗരവമേറിയതായിട്ട് കാണുന്നത്? പഴയ സ്റ്റഡീസ് പറഞ്ഞിരുന്ന 85% പുരുഷന്മാരിലും ഏകദേശം 45 to 50% സ്ത്രീകളിലും മുടി കൊഴിച്ചിൽ കാണുന്നത്. പക്ഷേ പേഷ്യൻസ് വരുമ്പോൾ ഇപ്പം ക്ലിനിക്സിൽ ഏകദേശം സിമിലർ, ഏകദേശം ഒരു ഈക്വൽ എമൗണ്ടിൽ തന്നെ പേഷ്യൻസ് വരുന്നുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, നമസ്കാരം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. മറ്റേ മുടി കൊഴിയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, മുടി പാരമ്പര്യമായിട്ട് ചൊട്ടയായിട്ടുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല, മുടി കൊഴിഞ്ഞുകൊണ്ട് പോകണം. വൈഫിന് മുടി കൊഴിയുന്നു പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ മുടി കൊഴിച്ചിൽ പുരുഷന്മാരിൽ കാണുന്നത് കോമൺ ആയിട്ടും മെയിൽ പാറ്റേൺ ബോൾനെസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. മുടി കൊഴിച്ചിലിനോടൊപ്പം തന്നെ മുടിയുടെ ഉള്ള് കുറയുക, നെറ്റി കയറുക, നെറ്റി 2 സൈഡിലും ഉള്ളിലേക്ക് കയറുക, അതുപോലെ തന്നെ മുടിയുടെ ഉള്ള് മുകൾ ഭാഗത്തും കുറയുക. അങ്ങനെ ഉള്ളു കുറഞ്ഞ് ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും കഷണ്ടി എന്ന സ്റ്റേജിലേക്ക് പോവുക.
അത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും തുടങ്ങാം. അത് കോമൺ ആയിട്ട് ഇപ്പം പഴയ ജനറേഷൻ പറയുകയാണെങ്കിൽ ഒരു 40 to 50 ഇയേഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ 18 വയസ്സുള്ള ആൾക്കാർ പോലും ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഈ നേരത്തെ ആവുന്നതിന് പല കാരണങ്ങളുണ്ടാകും. ട്രിഗേഴ്സ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചേഞ്ച് ഓഫ് വാട്ടർ അല്ലെങ്കിൽ സ്ട്രെസ്, നല്ലൊരു സ്ട്രെസ്ഫുൾ പീരീഡ് ഉണ്ടെങ്കിൽ തന്നെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് അമിതമായിട്ട് കൂടാം. അപ്പം ആ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി മുടി എത്രത്തോളം തിന്നായി, നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം തിന്നായി, എന്താണ് സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ, എത്രത്തോളം മുടിയുടെ കട്ടി കുറഞ്ഞിട്ടുണ്ട്, ഏത് ഭാഗത്താണ് അത് കുറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ആക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ അഗെയിൻ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് കൊണ്ട് വരാം, അയൺ ഡെഫിഷ്യൻസി കൊണ്ട് വരാം. പിന്നെ സ്ത്രീകളിൽ തന്നെ കോമൺ ആയിട്ട് കാണുന്നത് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയും. അതിനോടൊപ്പം തന്നെ വെയിറ്റ് കൂടുകയും പിമ്പിൾസ് വരികയും, അതായത് മൂക്കുരു അമിതമായിട്ട് വരിക, വണ്ണം കൂടുക, പീരീഡ്സ് ഇറഗുലർ ആകുക, അതുപോലെ തന്നെ മുടി സെൻറ്റർ പോർഷനിൽ വളരെ അധികമായിട്ട് കുറയുക. അങ്ങനെ ഈ രീതിയിലാണ് ആ ഒരു സ്ത്രീകളുടെ മുടി കൊഴിച്ചിൽ കാണുന്നത്. അപ്പോൾ എന്താ കാരണം എന്നനുസരിച്ച് നോക്കി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ടെസ്റ്റ് നോക്കി ഏത് സ്റ്റേജിലനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറിയൊക്കെ, അപ്പോൾ ഈ കൗമാരക്കാരിലുള്ള മുടി പൊഴിച്ചിൽ ഈ പ്രശ്നം കൊണ്ടാണോ ഉണ്ടാവുന്നത്? കൗമാരക്കാർ ഈ പ്രശ്നം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കൗമാരക്കാരിൽ PCOD ഒരു മേജർ ഫാക്ടറാണ്. അപ്പം PCOD കൊണ്ട് നല്ലപോലെ മുടി കുറയും. കുറഞ്ഞ മുടി വളരെ തിന്നായിട്ട് പോകും. അപ്പം ആണുങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അതിൽ മുടി കൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഹോർമോണാണ് വേരിയേഷൻ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കുറേയൊക്കെ സിംറ്റംസ് വരുന്നത്. പിമ്പിൾസ് ആണോ വരുന്നത്, വെയിറ്റ് ഗെയിൻ ആണോ വരുന്നത്, അതോ ഇതുപോലെ മുടി കൊഴിച്ചിലാണോ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സിംറ്റം. പിന്നെ അതുപോലെ അത് മാത്രമല്ല, ഈ പലതരം പാർലർ ട്രീറ്റ്മെൻറ്റ്സ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെയ്യുമ്പം പലപ്പോഴും അത് തന്നെ ഒരു ട്രിഗറായിട്ട് മാറാം. അതുകൊണ്ട് തന്നെ ഉള്ള ഹെയർ ലോസിനെ കൂട്ടുകയും പിന്നെയും മുടിയുടെ കുറഞ്ഞ് മുടിയുടെ കരുത്ത് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ശരി ഡോക്ടർ, ഇപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ചികിത്സാ മാർഗങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പല കാരണങ്ങൾ കൊണ്ട് മുടി പൊഴിച്ചിലുണ്ടാകുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ തൈറോയിഡോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളോ ഒന്നുമല്ലാതെ മുടി പൊഴിച്ചിലുണ്ടാവുമല്ലോ, അതിന് ഏതെല്ലാം തരത്തിലുള്ള ചികിത്സകളാണുള്ളത്? മുടി കൊഴിച്ചിൽ സാധാരണ എന്തെങ്കിലും ഒരു കാരണം കാണും. അപ്പം ഈ ഞാൻ പറഞ്ഞ പോലെ മെയിൽ ആൻഡ്രോജനിക് അലോപേഷ്യ അല്ലെങ്കിൽ ഫീമെയിൽ ആൻഡ്രോജനിക് അലോപേഷ്യയിൽ ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള DHT എന്ന് പറഞ്ഞൊരു ബൈ പ്രോഡക്റ്റ് ആണ് ആക്ച്വലി മുടിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മുടിയിൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുടിയുടെ റൂട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പതുക്കെ കുറയും. അങ്ങനെ മുടി ചുരുങ്ങി വളരെ ഫൈനായി മുടിയുടെ ഗ്രോത്തിൻ്റെ സ്പീഡ് കുറഞ്ഞ്, അപ്പം ആണുങ്ങളിൽ തന്നെ സൈഡിലെ മുടി, ഈ 2 സൈഡിലെയും അല്ലെങ്കിൽ ബാക്കിലെയും മുടി കറക്റ്റായിട്ട് വളരും. പക്ഷേ അതനുസരിച്ചിട്ട് ഇവിടുത്തെ മുടി വളരില്ല. അപ്പോൾ അങ്ങനെ പതുക്കെ കുറഞ്ഞ് ആ ഗ്രോത്തിലെ വേരിയേഷൻ തന്നെ വന്ന് കുറഞ്ഞ് പോവുക ചെയ്യുന്നത്. സ്ത്രീകളിലാണെങ്കിൽ സെൻറ്റർ പാർട്ടിങ് ഏരിയയിൽ കുറയും. അപ്പോൾ നമ്മൾ ഈ കാരണം നോക്കിയിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും നല്ലൊരു ശതമാനം പേരിൽ തൈറോയിഡിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ അയണിൻ്റെ കുറവ്, രക്തക്കുറവ് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടാണ് ചികിത്സ തീരുമാനിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഓക്കെ, ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ഇനി ചികിത്സാ മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം അല്ലെ? ഇപ്പോൾ പുരുഷന്മാരിൽ കാണുന്ന കഷണ്ടി, അതിന് ഏതെല്ലാം തരത്തിലുള്ള ചികിത്സകളുണ്ട്? ഇതിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഏത് സ്റ്റേജ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ബോൾനെസ് ആണെന്നനുസരിച്ചിട്ടാണ്. അപ്പം ഈ ബോൾനെസ്സിനെ തന്നെ ഏകദേശം 7 സ്റ്റേജുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഫൈനൽ സ്റ്റേജുകളെന്ന് പറയുമ്പോൾ ഒരു ഗ്രേഡ് 6, സ്റ്റേജ് 7, അപ്പോൾ അങ്ങനത്തെ വരുമ്പോഴത്തേക്കും മുടിയുടെ ക്രമാതീതമായി കുറഞ്ഞ് ഏകദേശം മുടി ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയിരുന്നു. അപ്പോൾ അങ്ങനത്തെ സ്റ്റേജുകളിൽ ട്രാൻസ്പ്ലാന്റ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് സാധാരണ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണലി വിഗോ അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യാറ്. ഇനിയും സ്റ്റാർട്ടിങ് സ്റ്റേജുകൾ സ്റ്റേജ് 1 to സ്റ്റേജ് 5 നമുക്ക് മെഡിക്കലി ട്രീറ്റ് ചെയ്യാവുന്ന സ്റ്റേജുകളാണ്. അപ്പം ഇതിൽ ഹോമിയോപ്പതി ബേസിക് ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് മരുന്നിൽ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് ഗ്രോ ഹെയർ തെറപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും കുറവുള്ളിടത്ത് മുടിക്ക് തിക്നെസ് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി മുടി കുറേ കൂടെ കുറഞ്ഞു ഗ്രോത്ത് വേണം എന്നുള്ള സ്റ്റേജ് ആണെങ്കിൽ സ്റ്റെം സെൽ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിലാകുമ്പോൾ കുറേ കൂടെ മുടി വളർന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഗ്രോത്തും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ സാർ. നമ്മൾ ഈ മുടി കൊഴിച്ചലിന് ഈ നമ്മൾ മരുന്ന് കഴിച്ചാല് പിന്നീട് ഉണ്ടാവുക എന്താ? നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോ ഈ മുടി കൊഴിച്ചൽ വന്നു കഴിഞ്ഞാല് പിന്നീട് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, ഈ അത് കൊണ്ട് പിന്നെ തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളതാണ്.
ഇത് മുടി കൊഴിച്ചിലിന് പല കാരണങ്ങളും ഞാൻ പറഞ്ഞു, അതുപോലെ പല സ്റ്റേജുകളും ഉണ്ട്. അപ്പം ഈ മുടി തിരിച്ചു വരും എന്നുള്ളത് നല്ല ഫാക്ടർ തന്നെയാണ്. അത് നല്ലൊരു ശതമാനം പേഷ്യൻസിൽ മുടി തിരിച്ചു വരാറുണ്ട്. പക്ഷേ ഇത് ഡിപ്പെൻഡിങ് ഓൺ സ്റ്റേജ് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ കോസ്, എന്താണ് കാരണം, എത്രത്തോളം മുടി പോയിട്ടുണ്ട്, ഇതിനനുസരിച്ചിട്ടാണ് നമുക്ക് നാച്ചുറലി മുടി വരുത്താൻ പറ്റുമോ അതോ നമ്മൾ സർജിക്കലായിട്ട് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഏർലി സ്റ്റേജസ് ആണെങ്കിലും മരുന്നുകൊണ്ട് നമുക്ക് ചികിത്സിക്കുകയും അതിനോടനുബന്ധമായിട്ട് സ്റ്റെം സെൽ അല്ലെങ്കിൽ ഗ്രോ ഹെയർ പോലുള്ള ട്രീറ്റ്മെൻറ്റ്സിൽ ഗ്രോത്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതൊരു പ്രധാന പ്രശ്നമാണ് അല്ലേ? പോയി കഴിഞ്ഞത് ഇനി പൊഴിയാതിരിക്കാനാണോ ട്രീറ്റ്മെന്റ്, അതോ ഇനി രണ്ടും വേണം, രണ്ടും ചെയ്യണം. കാര്യം ഉള്ള മുടി സേവ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. കാര്യം ആ ഉള്ള മുടി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിക്നെസ് കൂട്ടാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്സ് അനുബന്ധമായിട്ട് നല്ലപോലെ വർക്ക് ചെയ്യും. പിന്നെ ഡോക്ടർ, ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഉപയോഗിക്കുന്ന ചില കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന മുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ മുടി പൊഴിച്ചിലിന് കാരണമാവുന്നുണ്ട്. ഡെഫിനറ്റായിട്ടും. അതായത് സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഈ പൊല്യൂഷൻ കാരണം എഫക്റ്റ് ചെയ്യും, വെള്ളം മാറുമ്പോഴുള്ള എഫക്റ്റ് വരും. സ്ട്രെസ്സ് വളരെ മേജറായിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പം നല്ലൊരു ശതമാനം പേരിലും സ്ട്രെസ്സ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടാവാം. ഇപ്പം ഫാമിലി പ്രോബ്ലംസ്, വർക്കിലുള്ള സ്ട്രെസ്സ്, അങ്ങനെ പല കാരണങ്ങളായിട്ടുള്ള സ്ട്രെസ്. ഇപ്പോൾ കൗമാരപ്രായക്കാരിൽ തന്നെ നല്ലധികം പിരിമുറുക്കം ഉണ്ട് വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ സ്മോക്കിംഗ് ഒരു വളരെ മേജറായിട്ടുള്ള ഫാക്ടറാണ്. ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം പേരിലും സ്മോക്കേഴ്സിൽ നല്ലപോലെ മുടി കൊഴിച്ചിലുള്ളത് വളരെ അമിതമായിട്ട് കൂടും. ഓക്കെ, അപ്പോൾ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് മരുന്നുകൾ കൂടാതെ ഈ മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള ഇതും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹോമിയോപ്പതിയിൽ ബേസിക്കലി നമ്മളൊരു ഡീറ്റെയിൽഡ് കേസ് അനാലിസിസ് നടത്തിയിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഓരോ പേഷ്യൻ്റെയും ഈ സ്ട്രെസ് ലെവലും അതിനോടനുബന്ധിച്ച് ആ സ്ട്രെസ്സ് തന്നെ പേഷ്യൻറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഡീറ്റെയിൽ കേസ് അനാലിസിസ് കൂടെ നമ്മൾ നോക്കിയിട്ടാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തത്. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് പേഷ്യൻറ്റിന് വേണ്ടത്, ഹോമിയോപ്പതിയിൽ തന്നെ ഏതൊക്കെ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യണം, അതുപോലെ തന്നെ അസോസിയേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഗ്രോ ഹെയർ സ്റ്റെം സെൽ ഏതാണ് പേഷ്യൻറ്റിന് വേണ്ടത്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ട്രാൻസ്പ്ലാന്റ് വേണോ, ഇതെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ ഡോക്ടർ. എൻ്റെ പേര് വൈഗ എന്നാണ്. എനിക്ക് 23 ആണ് ഇയേഴ്സ്. ഓക്കെ. എനിക്ക് പീരിയഡ്സ് ഇറഗുലർ ആണ്, പിന്നെ നല്ല രീതിക്ക് മുടി കൊഴിച്ചിലുണ്ട്. ഓക്കെ. അതേപോലെ ആക്നെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് എന്താണ് റീസൺ, അതുകൊണ്ടാണോ ഇനി ഹെയർ ലോസ് വരുന്നത് എന്നറിയാനാണ്. ഈ സിംറ്റംസ് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് മിക്കവാറും ഇത് PCOS സിംറ്റംസ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിൽ, അതിൻ്റെ കൂടെ പിമ്പിൾസ് വരിക, അതുപോലെ തന്നെ വെയിറ്റ് കൂടുക, ഇങ്ങനത്തെ സിംറ്റംസ് സാധാരണ PCOSൽ കാണുന്നതാണ്. അപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിൽ ഇതുപോലെ ഹോർമോൺ വേരിയേഷൻസ് വലുതായിട്ട് വരും. അപ്പോൾ ഈ വേരിയേഷൻസ് കാരണം മുടിക്ക് നല്ലപോലെ എഫക്റ്റ് അതിൽ ചേഞ്ചസ് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് PCOS ട്രീറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഹെയറിനെ കൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാം, നമുക്ക് ബെറ്റർ ആക്കുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ കഷണ്ടിയുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. സ്ത്രീകളിൽ ഇപ്പോൾ ഈ വട്ടത്തിലൊക്കെ മുടി പൊഴിയുന്ന പ്രശ്നം ഉണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു കോസ്മെറ്റിക് ഇഷ്യൂയും കൂടെയാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചികിത്സയാണ്? ഈ വട്ടത്തിൽ മുടി പൊഴിയുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും കാണും. അപ്പോൾ അതിന് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ആ മെഡിക്കലി ഇൻറ്റേർണലി ആ ഒരു കോസ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം പേരിൽ അത് പൂർണ്ണമായിട്ട് ക്യൂറബിൾ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്ത് മുടി സാധാരണ നല്ലപോലെ വരികയും ചെയ്യും. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ മുൻപ് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് രോഗനിർണയം വളരെ പ്രധാനമായിട്ടാണ് ഈ ചികിത്സയ്ക്ക് കാണുന്നത്. അപ്പോൾ ഈ രോഗനിർണയത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ക്ലിനിക്കലിൽ ബേസിക്കലി ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ ഇനീഷ്യലി എക്സാമിനേഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ നമ്മൾ സ്കാൽപ്പിൻ്റെ ടൈപ്പ് എങ്ങനെയാണ്, സ്കാൽപ്പ് കണ്ടീഷൻ അത് നോക്കും, മുടി എത്രത്തോളം തിന്നായെന്ന് നോക്കും. അതിന് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എത്രത്തോളം മുടിയുടെ കനം കുറഞ്ഞു എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വരെ പറ്റും. പിന്നെ ഒരു ഏരിയയിൽ എത്രത്തോളം പെർസെൻറ്റേജ്, ഒരു തിക്ക് ഹെയർ എത്രയുണ്ട്, എത്ര തിൻ ഹെയർ ഉണ്ട്, അപ്പോൾ ടെർമിനൽ വെൽനെസ് റേഷ്യോ എന്ന് പറയും. അപ്പോൾ അത് എത്രത്തോളം വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എത്രത്തോളം ഒരു ഏരിയ തിന്നായെന്ന് മെഷർ ചെയ്യാനായിട്ടുള്ള രീതിയിൽ പറ്റും. പിന്നെ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, താരൻ അമിതമായിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ സ്കാൽപ്പ് ഇൻഫെക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ സ്കാൽപ്പിൽ കുരുക്കൾ വരുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ നെസസറി ആയിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ പേഷ്യൻറ്റിനോട് അഡ്വൈസ് ചെയ്യും. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ PCOS ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള നെസസറി ടെസ്റ്റുകൾ പറയും. ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. പിന്നെ മുടി ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഗൾഫിലായിരുന്നു. ഓക്കെ. അപ്പോ അത് ഗൾഫിലായിരുന്നു. അപ്പോ പിന്നെ ക്രീമൊക്കെ തേച്ചു, അങ്ങനെ പോയതാ. ഓക്കെ. എവിടെയാണ് മുടി കുറഞ്ഞിട്ടുള്ളത്? മുടി കുറഞ്ഞത് നടുക്ക്. ഓക്കെ. എത്ര വയസ്സായി? വയസ്സ് ഇവിടെ 42. 42 വയസ്സ് അല്ലേ? അപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലെ? എങ്ങനെ? പാരമ്പര്യമായിട്ടുണ്ടോ? ഇല്ല, പാരമ്പര്യമായിട്ടില്ല. ഇല്ല, അമ്മാവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ.
അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പം പാരമ്പര്യം എന്ന് പറയുമ്പോൾ സാധാരണ ശ്രദ്ധിക്കുന്നത് അച്ഛൻ്റെ സൈഡിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ജനറ്റിക് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും വരാം. ഫാദറിൻ്റെ സൈഡിലായാലും പാരമ്പര്യത്തിൽ വരുന്നതാണ്. ഫാമിലിയിൽ ഒരാൾക്ക് പോലും ഉണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഹിസ്റ്ററി ആണെന്നുള്ളതാണ്. അപ്പോൾ ആർക്കുണ്ടെങ്കിലും അത് ആ ഒരു രീതിയിൽ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. ഇനി ഈ വെള്ളം മാറുന്നു എന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് ഓഫ് വാട്ടർ ഒരു ട്രിഗറാണ്. ആ ഒരു ട്രിഗർ കഴിയുമ്പോൾ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രം. അത് കാരണം കുറേ കൂടെ നേരത്തെ ആവുന്നു. പിന്നെ അതിൻ്റെ കൂടി പറഞ്ഞ പോലെ ഗൾഫിലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്ട്രെസ്സും അങ്ങനത്തെ കാര്യങ്ങളുണ്ടാകും. ഫുഡിലുള്ള വേരിയേഷൻ തന്നെ ഒരു കാരണമായിട്ടാകും. ഡയറ്റ് നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരുമിച്ച് അത് കുറേ കൂടെ നേരത്തെ ആവുന്നു എന്ന് മാത്രം. ഡോക്ടർ ഇപ്പോൾ സ്റ്റെം സെൽസിനെ കുറിച്ച് പറഞ്ഞു, ഗ്രോ ഹെയർ പറഞ്ഞു, അത് കൂടാതെ മറ്റൊന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഹെയർ. അതിനെക്കുറിച്ചൊന്ന് പറയാം. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സൈഡിലെയും ബാക്കിലെയും മുടി ഒരിക്കലും സാധാരണ പോവില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോവില്ല. അപ്പം ഈ ഭാഗത്തുള്ള മുടി ബേസിക്കലി DHT എന്ന് പറഞ്ഞ ഹോർമോണോട് ആ ബൈ പ്രോഡക്റ്റിനോട് സെൻസിറ്റീവ് അല്ല. അപ്പം ട്രാൻസ്പ്ലാന്റേഷനിൽ ആ മുടി എടുത്ത് മുമ്പിലേക്ക് മാറ്റി വെക്കുക, ഒരു ചെടി മാറ്റി നടുന്ന പോലെ മാറ്റി നടുക ചെയ്യുന്നത്. അത് നാച്ചുറലായിട്ട് വളർന്നോളും. അപ്പോൾ ഈ മാറ്റി വെക്കുന്നതെന്ന് പറയുമ്പോൾ മുടിയുടെ വേരുകളാണ്, റൂട്ടാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെച്ച് കഴിയുമ്പോൾ അതൊരു ആർട്ടിസ്റ്റിക് പ്രൊസീജിയറാണ്. ഒരു ട്രാൻസ്പ്ലാന്റ് സർജനാണ് അത് ചെയ്യുന്നത്. ബേസിക്കലി ഡോക്ടർ പത്രാസിൽ പ്ലാസ്റ്റിക് സർജൻസ് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ റിസൾട്ട് വരുന്നത്. അപ്പോൾ അത് ഏത് സ്റ്റേജ്, ഇപ്പോൾ നോർമലി സ്റ്റേജ് 6 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ ചിലർക്ക് മുൻവശത്ത് നെറ്റി അധികം കയറിപ്പോവും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്തിട്ട് നമുക്കത് വേണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നാച്ചുറൽ ലുക്ക് കിട്ടും. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, ഒരു വർഷമായി ഒരു ഡെലിവറി കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പൊ ഓക്കെ ഒരു 10-11 മാസത്തോളം ആയി ഇപ്പൊ. പക്ഷെ ഭയങ്കര മുടി കൊഴിച്ചിലായിട്ട് തീരെ കഷണ്ടി ആയി വരുന്ന പോലെ, നെറ്റിയിലൊക്കെ ഭയങ്കര തീരെ ഇല്ല മുടി. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഹോർമോൺ ചേഞ്ചുകൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. സാധാരണ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ചെറിയ വേരിയേഷൻ മുടി കൊഴിച്ചിലുണ്ടാവും. ഈ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് പാർട്ടിൽ മുടി കൊഴിച്ചിൽ ഏകദേശം നല്ലപോലെ കുറഞ്ഞ് മുടി നല്ലപോലെ വളരും. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി മിക്കവാറുള്ളവർക്കൊരു ഹെയർ ലോസ് കാണുന്നതാണ്. പക്ഷേ ഇത് നിൽക്കാണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് മുടിയുടെ ഉള്ളിൽ ക്രമാതീതമായി കുറയുന്നതും പെട്ടെന്ന് തന്നെ ബോൾനെസ്സിലേക്ക് ഇത് പോകുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ചികിത്സിച്ച് കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാം, ഏറ്റവും പെട്ടെന്ന് ബെറ്റർ ആക്കുകയും ചെയ്യാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു ഫോറിൻ സാധനമാണല്ലോ നമ്മുടെ ബോഡിയിൽ വെക്കുന്നത്. അപ്പോൾ അതിന് നാച്ചുറൽ ആയിട്ടൊരു ഗ്രോത്ത് ഒക്കെ പിന്നീട് ഉണ്ടാവും. ഇത് ഫോറിൻ അല്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഹെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഫോറിൻ ബോഡി അല്ല, നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗത്തു നിന്ന് എടുത്തു വെച്ചു. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മരുന്ന് കഴിക്കുക. ഇനിഷ്യൽ പീരീഡിലുള്ള കെയർ കഴിഞ്ഞാൽ അത് നാച്ചുറലായിട്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് കെയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലുതായിട്ടില്ല. നമ്മുടെ നോർമൽ മുടി വളരുന്ന പോലെ അത് വളർന്നോളും. നമുക്ക് ഹെയർ കട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് ചെയ്യാം, ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഭക്ഷണക്രമം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു കാരണമാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം ചികിത്സകളോടൊപ്പം തന്നെ നമ്മൾ ആ രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കും. കോമൺ ആയിട്ട് കാണുന്നത് അയണിൻ്റെ കുറവ്, രക്തക്കുറവാണ് മെയിനായിട്ടുള്ളൊരു സാധാരണ കാണുന്നത്. അപ്പം അയൺ, പിന്നെ വേറെ വൈറ്റമിൻസിൻ്റെ കുറവുകൾ കൊണ്ടും ഈ മുടി കൊഴിച്ചിൽ എഫക്റ്റ് ചെയ്യാം. അപ്പം സാധാരണ അയൺ കൂടുതലുള്ള ഫുഡ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം പച്ചിലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്, ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ അയൺ കൂടുതലുള്ള ഫുഡുകൾ കഴിക്കുന്നത് ജനറലി ഹെൽപ്ഫുള്ളാണ്. പിന്നെ വൈറ്റമിൻസ് ഉള്ളത്, നമ്മൾ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പ്രോട്ടീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സോയാബീൻ കഴിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, ഇതൊക്കെ നല്ല പ്രോട്ടീനാണ്. അപ്പോൾ അത് ജനറലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഈ ചികിത്സയോടൊപ്പം തന്നെ ഡയറ്റും ഫോളോ ചെയ്യുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ അനീമിക് ആയിട്ടുള്ള ആളുകൾക്കും മുടി പൊഴിച്ചിലൊരു കാരണമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചികിത്സ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ അനീമിയ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഈ അയൺ നല്ലപോലെ കുറഞ്ഞു കഴിയുമ്പോൾ മുടി കൊഴിച്ചിൽ ക്രമമായിട്ട് വരാം. ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ മുടി കൊഴിച്ചിൽ അതായിട്ട് കാണാം. മുടി ഒത്തിരി ഡ്രൈ ആയിപ്പോവും. അപ്പം മുടി സ്ട്രെയിറ്റ് ആയിരിക്കില്ല, ഒത്തിരി കേളിയായിട്ട് മാറും, മുടി കുറേ കൂടെ ബ്രൗണിഷ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അയൺ സപ്ലിമെൻറ്റ്സ് അതിൻ്റെ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മരുന്നിൻ്റെ കൂടെ ഇതും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മുടിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ എണ്ണ ഇടുക എന്നുള്ളതല്ല. ബേസിക്കലി അതെന്താണ് കാരണം എന്ന് ഡയഗ്നോസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക വേണ്ടത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചു. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.